നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ CPO സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള പോലീസ് ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേരള പോലീസ് ആക്ട് എന്ത് ചെയ്യുക, ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് പഠിച്ചെടുക്കാം. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഓരോ സെഷനുകളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ്പം തന്നെ പഠിച്ചെടുക്കാം. നമുക്കറിയാം പരീക്ഷ വളരെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ പഠിക്കാനായിട്ടുള്ള സമയങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിലെ സെഷൻസ് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതെന്ത് ചെയ്യുക, കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പലപ്പോഴായിട്ട് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ആ സെക്ഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയുള്ള സെക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ ഏത് വർഷമാണ് കേരള പോലീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്? ഏത് വർഷമാണ്? 2011 അല്ലേ? 2011, അതായത് 31 ജനുവരി 2011 എന്ത് വരുന്നത്? നമ്മുടെ കേരള പോലീസ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 31 ജനുവരി 31 കേരള പോലീസ് ആക്ട് നിലവിൽ വരുന്നത്. ഇനി ഇതിന് ഗവർണറിന്റെ അംഗീകാരം കിട്ടിയതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 29 കേട്ടോ. ജനുവരി 29 ഗവർണറുടെ അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു നിയമം നിലവിൽ വരുന്നത് ജനുവരി 31. അപ്പോൾ കേരള പോലീസ് ആക്ടിന് ഗവർണറുടെ അംഗീകാരം കിട്ടുന്നത് ജനുവരി 29 അത് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 31 അല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, നിയമം നിലവിൽ വരുന്നത്. 29 കഴിഞ്ഞ് 31 എന്ത് വരുന്നത്, നിയമം നിലവിൽ വരുന്നത്. അപ്പൊ എന്നാണ്? 31 ജനുവരി 2011. ഇനി ഈ ഒരു നിയമം അറിയപ്പെടുന്നത് എന്താണ്? 2011 8ാമത് ആക്ട് ആയിട്ടാണ് കേരള പോലീസ് ആക്ട് അറിയപ്പെടുന്നത് കേട്ടോ. 8ാമത് നിയമമായിട്ടാണ് എന്തറിയപ്പെടുന്നത്, ഈ ഒരു കേരള പോലീസ് ആക്ട് അറിയപ്പെടുന്നത്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്കിതിൽ ഓരോ സെക്ഷനുകളിലോട്ടായിട്ട് പോകാം. ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് ഏതാണ്? സെക്ഷൻ 1 അല്ലേ? സെക്ഷൻ 1 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റിനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലേ? അതായത് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അതിലെ ചുരുക്കപ്പേരാണ് അല്ലേ? എന്താണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 1 പറയുന്നത്. അതായത് കേരള പോലീസ് ആക്ട് എന്നാണ് എന്തറിയപ്പെടുന്നത്, ഈ ഒരു നിയമം അറിയപ്പെടുന്നത് അല്ലേ? ഈ ആക്ട് 2011 കേരള പോലീസ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് എത്രാമത്തെ ആക്ട് ആണ്? 8ാമത് ആക്ട് ആണ് 2011 ആക്ട് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിന് എവിടേക്കാണ് അതിന്റെ വ്യാപ്തി ഉള്ളത്? അതായത് നമുക്കറിയാം കേരള പോലീസ് ആക്ട് ആണ് അല്ലെ? കേരളമാണ്. അപ്പൊ കേരളത്തില്, അതായത് കേരള സംസ്ഥാനം, അതായത് നമ്മുടെ ഈ ഒരു സംസ്ഥാനം മുഴുവനായിട്ട് അതിന്റെ ഈ നിയമത്തിന് വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ? മറ്റു സംസ്ഥാനങ്ങളിലോട്ടില്ല. അതായത് കേരള സംസ്ഥാനം മുഴുവനും വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് എന്തിന്, ഈ ഒരു കേരള പോലീസ് ആക്ടിന് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. അപ്പൊ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, അതായത് നമ്മുടെ ചുരുക്കപ്പേരും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു നിയമത്തിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 കേരള പോലീസ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കേരള സംസ്ഥാനം മുഴുവനും എന്താണ്, ഇതിന് വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. അതായത് സെക്ഷൻ 3 പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതൊരു പോലീസ് ആക്ട് ആണ്. അപ്പൊ മുഴുവൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം സെക്ഷൻ 3 നമ്മുടെ പോലീസ് ആക്ടിലെ സെക്ഷൻ 3 എന്തിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ പോലീസുകാരുടെ ഡ്യൂട്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ജസ്റ്റ് ആലോചിച്ചാൽ മതി. പോലീസിന് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ, അതായത് പൊതുജനങ്ങളെ സേവിക്കുക അല്ലെ? പൊതുജനങ്ങളെ സേവിക്കുക, അതിന്റെ കൂടെ തന്നെ അല്ലെ അവരുടെ അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ലംഘനമൊന്നുമില്ലാതെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവകാശങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയൊക്കെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ആക്ഷനുകളൊക്കെ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സെക്ഷൻ 3 എന്ത് പറയുന്നത്, പോലീസിന്റെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത് അല്ലെ? ഓർത്ത് വെച്ചേക്കണം. സെക്ഷൻ 3 എന്ത് പറയുന്നത്, പോലീസിന്റെ കർത്തവ്യങ്ങൾ അല്ലെ? പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. തെറ്റിപ്പോകരുത്. പോലീസിന്റെ കർത്തവ്യങ്ങൾ അഥവാ ഡ്യൂട്ടികളെ കുറിച്ചിട്ടാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 3 പറയുന്നത്. എന്നാൽ സെക്ഷൻ 4 എന്താണ് പറയുന്നത്, ഇതും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സെക്ഷൻ 4 പറയുന്നത് എന്താണ്, പോലീസിന്റെ ചുമതലകളെ പറ്റിയിട്ടാണ് അല്ലെ? ചുമതലകൾ എന്ന് പറയുമ്പോൾ പോലീസുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്.
എന്താണ് ദ ഫങ്ഷൻസ് ഓഫ് പോലീസ് അല്ലെ. ഫങ്ഷൻസ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോലീസിന്റെ ചുമതലകളെ പറ്റിയിട്ടാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 3 ആണെങ്കിൽ എന്താണ് പോലീസിന്റെ കർത്തവ്യങ്ങളാണ്. സെക്ഷൻ 4 ആണെങ്കിൽ എന്താണ് പോലീസിന്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എന്തൊക്കെ ചുമതലകളാണ് പോലീസുകാർ ചെയ്യുന്നത്, അതാണ് സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്നായിട്ട് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പറയുന്നുണ്ട് പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. നമുക്കറിയാം ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വേർതിരിവില്ലാതെ എന്ത് ചെയ്യുക, പക്ഷഭേദം കൂടാതെ കാര്യങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ് എന്നിവയൊക്കെ നിയമാനുസൃതമായിട്ട് സംരക്ഷിക്കുക അല്ലെ. ഓരോ ആളുകളുടെയും ജീവനും സ്വത്തിനും ഒക്കെ എന്ത് ചെയ്യുക, അവിടെ സംരക്ഷണത്തിന്റെ ഒരു സംരക്ഷണം കൊടുക്കുക. അപ്പൊ അതൊക്കെ എവിടെയാണ് ഇതൊക്കെ പറയുന്നത് എവിടെയാണ്, ഇതൊക്കെ നമ്മുടെ പോലീസുകാരുടെ ചുമതലകളിലായിട്ട് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക അല്ലെ. തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ആക്രമണങ്ങളോ ആഭ്യന്തര കലാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്താണ് ജാഗ്രതയോട് കൂടിയിട്ട് അതിനൊക്കെതിരായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ ഫങ്ഷൻസ് ആണ്, നമ്മുടെ പോലീസുകാരുടെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ, അവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ പൊതുസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക അല്ലെ. പൊതുസമാധാനം നിലനിർത്തുക. നമുക്കറിയാവുന്ന കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണ് പോലീസുകാരുടെ ഫങ്ഷൻസ് ആണ് അല്ലെ, അവർ ചെയ്യേണ്ട ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഓരോന്ന് മനസ്സിലാക്കി വായിക്കുക, മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അത് ക്ലിയർ ആവും അല്ലെ. ഓരോ പോലീസുകാരുടെയും ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ അപായങ്ങളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, പൊതുജനത്തെ സംരക്ഷിക്കുക. അതും എന്താണ് പോലീസുകാരുടെ ചുമതലകൾ വരുന്നതാണ്. പിന്നെന്താണ് റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള പ്രതിഷ്ഠാ സ്ഥാപനങ്ങളോ മറ്റുള്ള സ്ഥാപനങ്ങളോ അവയൊക്കെ എന്ത് ചെയ്യുക, പൊതു സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും അതുപോലെ തന്നെ അതെന്ത് ചെയ്യുക, കുറച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുക അല്ലെ. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ, തടയാനായിട്ട് ആര് ശ്രമിക്കണം, പോലീസുകാർ ശ്രമിക്കണം. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്, പോലീസുകാരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് നിയമാനുസരണം അന്വേഷണം നടത്തി കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്കൊക്കെ വിധേയമാക്കുക അല്ലെ. എന്തെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, അതുമായിട്ട് കൃത്യസമയത്തിന് അതിന്റെ അന്വേഷണമൊക്കെ നടത്തിയിട്ട് കുറ്റവാളികൾ എന്ത് ചെയ്യണം, യഥാവിധിയുള്ള നിയമ നടപടികൾക്കൊക്കെ വിധേയമാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാലേ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുക, അവിടെ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ടും അത് പരിഹരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക അല്ലെ. ഇപ്പൊ ഒരു റോഡ് സൈഡിൽ ഒരു 1-2 ആൾക്കാർ തമ്മിൽ വഴക്കിടുകയാണെന്ന് വിചാരിക്കാം. അതൊരു വലിയൊരു സംഘർഷത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അതൊരു വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം അല്ലെ, അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യണം. അതൊക്കെ ആരുടെ ചുമതലയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഒരു അപകടമോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലൊക്കെ അവിടെ എന്ത് ചെയ്യുക, അവിടെയുള്ള ആളുകളെയൊക്കെ ബോധവാന്മാരാക്കുക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ സഹായവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകമായിട്ടുള്ള വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ എന്ത് ചെയ്യുക, മെസ്സേജ് പാസ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസേവകനായിട്ട് നിലനിൽക്കുക അല്ലെ. മറ്റുള്ള ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതായത് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രവർത്തിക്കുക. അതൊക്കെയാണ് പോലീസുകാരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കസ്റ്റഡിയിലുള്ള ആളുകൾക്ക് അല്ലെ, അവർക്ക് കിട്ടേണ്ട നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം. അതും ശ്രദ്ധിക്കണം. ഇപ്പൊ കസ്റ്റഡിയിൽ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ പോലീസുകാരുടെ ഫംഗ്ഷനാണ്. അപ്പൊ അതും എന്ത് ചെയ്യാ, അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാ, ഒരു പൊതു സുരക്ഷ ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ പറയുന്നത് സെക്ഷൻ 7 അല്ലെ. 7 എന്തിനെ കുറിച്ചിട്ടാണ്, കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സേവനത്തിനുള്ള ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാലേ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ് പോലീസുകാർ. അപ്പൊ ആ ഒരു സംരക്ഷണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സേവനത്തിന്
ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. ഈ ഒരു കേസിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്കുള്ള അവകാശം എന്നതിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 7 പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പോലീസുകാരുടെ സേവനം കിട്ടേണ്ടത് ആരുടെ അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശമാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 7 പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ വ്യക്തികൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സേവനത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്, നമ്മുടെ പോലീസ് ആക്ടില് ഏതാണ്, സെക്ഷൻ 7 ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 7 എന്തിനെ കുറിച്ച് പറയുന്നത്, എല്ലാ വ്യക്തികൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സേവനത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പം 7ഉം 8ഉം അവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പോലീസ് സേവനത്തിനുള്ള അവകാശം, ജനങ്ങൾക്കുള്ള അവകാശമാണ് നമ്മൾ 7 പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 8 പറയുന്നത്. അപ്പൊ 7ഉം 8ഉം കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പൊ 7 എന്തായിരുന്നു, ജനങ്ങൾക്കാണ് അല്ലെ, ജനങ്ങൾക്ക് എന്താണ്, പോലീസ് സേവനത്തിനുള്ള ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, 7 പറയുന്നത്. 8 പോലീസ് സ്റ്റേഷനില് പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഇനി നമുക്ക് അവിടെ നോക്കാം എന്തൊക്കെയാണ് അവിടെ അവകാശങ്ങളായിട്ട് വരുന്നത് എന്ന് നോക്കാം. അതായത് എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഏത് സമയത്തും ഏത് പോലീസ് സ്റ്റേഷനിലും സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശമുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ മറ്റുള്ള സർക്കാർ ഓഫീസ് പോലെ രാവിലെ 10 മണിക്ക് വന്നിട്ട് അല്ലെങ്കിൽ 5 മണിക്ക് പോകുന്ന ഒരു സ്ഥാപനമല്ല അല്ലെ, നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഒരു പൊതുജനങ്ങളായി കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ മാത്രമല്ല അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, എന്തെങ്കിലും ഒരു പ്രശ്നം വരിക, എന്തെങ്കിലും ഒരു പരാതി വരിക, അപ്പൊ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലാൻ പറ്റും. അതും ഏത് സ്റ്റേഷനിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണെന്ന് വിചാരിക്കുക അല്ലെ, വേറെ എന്തെങ്കിലും യാത്രയുടെ ഭാഗമായിട്ട് വേറെ എവിടെയെങ്കിലേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. അപ്പൊ അവിടെ ശ്രദ്ധിച്ചു വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്, എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃതമായ സേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും അല്ലെ, അവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് എന്താണ്, ഏത് സമയത്തും, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും, അതുപോലെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുന്നതിനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല ആർക്കാണുള്ളത്, അദ്ദേഹത്തിനെ കാണുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്നത് മാത്രമല്ല, ഏത് സമയത്ത് പ്രവേശിക്കുന്നത് മാത്രമല്ല, അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല ആർക്കാണുള്ളത്, അയാളെ അല്ലെ, ആ ഒരു ഉദ്യോഗസ്ഥനെ പോയിട്ട് കാണാനുള്ള അവകാശവും ആർക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളാണ് വരുന്നതെങ്കിൽ അല്ലെ, ഒരു സ്ത്രീയാണ് ഇപ്പൊ ഒരു പരാതിയുമായിട്ട് വരുന്നതെങ്കിൽ അവിടെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി നൽകുവാനുള്ള സൗകര്യവും എവിടെയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ അവരെ സ്ത്രീകളെ ഇപ്പൊ വനിതാ പോലീസ് സ്റ്റേഷനിലോട്ട് മാത്രമല്ല കൊണ്ടുപോവുക. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓപ്ഷൻ എന്താണ്, തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പരാതികളും ഏത് സ്റ്റേഷനിലും നമുക്ക് പറയാം. അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വനിതാ പോലീസ് അല്ലെ, അവിടെയുള്ള നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വനിതാ പോലീസിന്റെ സാന്നിധ്യത്തില് സ്വകാര്യതയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതി നൽകുവാനുള്ള സൗകര്യവും ഓരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ പോയിന്റും കൂടി ശ്രദ്ധിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ച കൈപ്പറ്റു റെസീറ്റ് ലഭിക്കുവാനും പരാതി സംബന്ധിച്ചിട്ടുള്ള പോലീസ് നടപടിയുടെയോ അന്വേഷണത്തിന്റെയോ അവസ്ഥ അറിയുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു പരാതി പോയി പറഞ്ഞു എന്ന് കരുതുക. അപ്പൊ പരാതി കേട്ടിട്ട് അത് കൃത്യമായിട്ട് അവരവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു റെസീറ്റ് നമുക്ക് നൽകുകയും ചെയ്യും അല്ലെ, ആ ഒരു പരാതി സ്വീകരിച്ചതിന്റെ ഒരു റെസീപ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, നൽകുകയും ചെയ്യും. അതൊക്കെ നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പരാതിയുടെ മേല് അതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ, അതായത് എന്തായി എന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും. എന്തായി അടുത്ത, അതായത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു എന്നതൊക്കെ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. അപ്പൊ അത് അറിയാനുള്ള, അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിയുള്ള നടപടികളെ കുറിച്ചിട്ട് അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ അതും അവിടെ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക.
അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ ഏതൊരാളും അയാൾ പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ എന്ത് ചെയ്യണം, തത്സമയം രേഖപ്പെടുത്തേണ്ടതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പരാതി പറയാൻ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കേട്ട് അത് എന്ത് ചെയ്യണം, അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുകയും അതിന്റെ റെസിപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പരാതിക്കാരന് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ദെൻ ലാസ്റ്റ് വൺ, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുവാനുള്ള ഏതൊരു പൗരനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു വ്യക്തിയെ നമുക്ക് കാണാനില്ല, അയാൾ പോലീസ് കസ്റ്റഡിയിലാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലേ ഇന്നയാള് ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്, അവിടെ പൊതുജനങ്ങൾക്കുണ്ട് അല്ലെ, അവിടുത്തെ പൗരനുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, ഇവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് ഏത് സെക്ഷനിലാണ് നമ്മൾ പറയുന്നത്, സെക്ഷൻ 8 അല്ലെ. സെക്ഷൻ 8 എന്തിനെ കുറിച്ച് പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ സെക്ഷൻ 8 പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 8 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഏത് സമയത്തും ഏത് സ്റ്റേഷനിലും നമ്മുടെ പരാതി പോയി പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, കൃത്യമായിട്ട് ഏതാ ഉദ്യോഗസ്ഥനാണ് ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ളത്, അദ്ദേഹത്തിനെ പോയി കാണാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ വനിതകളാണെങ്കിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോട് കൂടിയിട്ട് നമുക്ക് പരാതി നൽകാനുള്ള സൗകര്യം ഓരോ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊരു പരാതി സ്വീകരിച്ചു കഴിഞ്ഞാലും അത് കൈപ്പറ്റ് രസീറ്റായിട്ട് തിരികെ നൽകുകയും അത് അവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും വേണം എന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, അത് ഏത് സെക്ഷൻ ആണെന്ന് ചോദിക്കും. ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ 14 സെക്ഷൻ 14 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇതും പ്രധാനപ്പെട്ട സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 14 എന്ന് പറയുന്നത്, അപ്പൊ 14 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ പോലീസ് സേനയുടെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ അല്ലെ, അവരുടെ ഘടന. ഇപ്പൊ പോലീസ് നമുക്കറിയാം താഴത്തെ തൊട്ടിട്ട് ഏറ്റവും മുകളിലുള്ള പൊസിഷനിൽ വരെ നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 14 പറയുന്നത്. അപ്പൊ പോലീസ് സേനയുടെ പൊതുവായ ഘടനയെ കുറിച്ച് പറയുന്ന നമ്മുടെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സെക്ഷൻ 14. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഏറ്റവും ഇതിൽ വരുന്നത് ഏറ്റവും ഫസ്റ്റിലെ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിൽ വരുന്നതാണ് നമ്മുടെ CPO എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഈ പരീക്ഷ CPO പരീക്ഷ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടി, റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്കൊരു അഡ്വൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകുന്നത് എവിടെയാണ്, CPO ആയിട്ടാണ് അല്ലെ, പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ്. ആ CPO കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, പോലീസ് കോൺസ്റ്റബിൾ, അതായത് CPO കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിൽക്കുന്ന പോസ്റ്റ് ഏതാണ്, ഹെഡ് കോൺസ്റ്റബിൾ ആണ്. എന്നിട്ടാണ് എന്ത് വരുന്നത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വരുന്നത് അല്ലെ. നേരിട്ടിട്ട് SI അല്ല വരുന്നത്, അസിസ്റ്റന്റ് ആണ്. ഓർത്ത് വെക്കുക, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. അതും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വരുന്നത്, SI വരുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡറിലായിരിക്കും പോവുക. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ആദ്യം ആരാണ്, CPO ആണ്, പിന്നീട് ഹെഡ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും, അതും കഴിഞ്ഞിട്ടാണ് ആര്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വരുന്നത്. പിന്നീട് വരുന്നത് നോക്കാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ DYSP അല്ലെ, DYSP എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. അപ്പൊ DYSP വരുന്നു, അത് കഴിഞ്ഞിട്ട് സൂപ്രണ്ട് ഓഫ് പോലീസ് വരുന്നു, പിന്നീട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വരുന്നു, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ADGPയും DGPയും അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫും വരുന്നത്. ഈ ഒരു പോസ്റ്റാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന, പോലീസിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റ്, DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, മാറിപ്പോകരുത്. DGP ആൻഡ് SP ചീഫ് അല്ലെ, SP ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ്, അതാണ് പോലീസിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴത്ത് നിൽക്കുന്നത് ഏതാണ്, CPO ആണ് അല്ലെ. അപ്പൊ CPO ആണ്. ഇത് മുഴുവനും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു ആദ്യത്തെ കുറച്ചതും പഠിക്കുക, ലാസ്റ്റത്തതും എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടോ. അപ്പൊ ഏറ്റവും ഏറ്റവും ആദ്യം നിൽക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ CPO ആണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്, ഹെഡ് കോൺസ്റ്റബിൾ ആണ്. പിന്നീട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും, അത് കഴിഞ്ഞിട്ടാണ് ആര്, SI എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ DYSP വരുന്നുണ്ട്, SP വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ADGP അല്ലെ, ADGP കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, DGP വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് DGP ആൻഡ് SP ചീഫ് എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് ആണ് എന്താ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പോലീസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതിലാണ്, സെക്ഷൻ 14 എന്തിനെ കുറിച്ച് പറയുന്നത്, പോലീസ് സേനയുടെ ഈ ഒരു ഘടനയെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. സെക്ഷൻ 14 പഠിച്ചു വെച്ചേക്കണം, ഏതാണ്, സെക്ഷൻ 14. ഇനി ഈ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരുത്താനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്, നമ്മുടെ കേരള സർക്കാരിനുണ്ട്. അപ്പൊ കേരള സർക്കാരിന് പ്രത്യേക ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിലൊക്കെ മാറ്റം വരുത്താനും പുതിയ പദവികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്,
കേരള സർക്കാരിനുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതായത് ഇതെന്തല്ല സ്ഥിരമായിട്ടുള്ളതല്ല, ഇതിൽ മാറ്റം വരുത്താനോ ഇതിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും പൊസിഷൻ എടുത്തു കളയാനൊക്കെ ഉള്ള അവകാശമുണ്ട്. അതായത് കേരള സർക്കാരിന് പ്രത്യേക ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യാം, ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് എന്നത് കൂടി എന്ത് ചെയ്യുക, ഇവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാം. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ്, സെക്ഷൻ 21 എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സെക്ഷൻ 21 പറയുന്നത്? സെക്ഷൻ 21 എന്താ പറയുന്നത്? പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ അതൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് നമ്മുടെ പോലീസ് ആക്ടിലെ സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 21 എന്ന് പറയുന്നത്. നമുക്കറിയാം സ്ക്വാഡുകൾ ഉണ്ട്, പോലീസിൽ തന്നെ ഒരുപാട് സ്ക്വാഡുകൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രത്യേക വിങ്ങുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളായിട്ടും ബ്രാഞ്ചുകളായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ എന്താണ്, ഏതിലാണ് പറയുന്നത്? സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സ്ക്വാഡുകളെയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ പ്രത്യേക വിങ്ങുകളൊക്കെ രൂപീകരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട്. അവിടെ നോക്കാം, നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് റെയിൽവേയിൽ പോലീസിന്റെ സേവനമൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ. റെയിൽവേ പോലീസ് ആയിട്ടല്ലേ നമ്മുടെ കേരള സർക്കാരിന്റെ പോലീസായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേയിൽ പോലീസിന്റെ സേവനം ലഭിക്കുന്നുണ്ട്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ ഒരു സെക്ഷൻ 21 ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ട്രാഫിക്കിലേക്ക് പോലീസുകാരെ നിയമിക്കുന്നുണ്ട്, അത് അതിന്റെ മറ്റൊരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജുവനൈൽ പോലീസ് യൂണിറ്റുകൾ രൂപീകരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ജുവനൈൽ പോലീസ് യൂണിറ്റുകളൊക്കെ എന്താണ്, ഈ ഒരു സെക്ഷൻ 21 ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു സെക്ഷൻ 21 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പോലീസിൽ തന്നെ എന്താ ചെയ്യുന്നുണ്ട്, പ്രത്യേക വിങ്ങുകളായിട്ടും പ്രത്യേക യൂണിറ്റുകളായിട്ടും സ്ക്വാഡുകളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 21 പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേയിൽ നമുക്ക് പോലീസ് സേവനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അവിടെയും പോലീസ് സേവനം ഉണ്ട്. അതുപോലെ തന്നെ ജുവനൈൽ, അതായത് കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ജുവനൈൽ പോലീസ് യൂണിറ്റുകൾ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗം ഉണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം കൂടുതൽ കേസുകൾ വരുന്നത് നമ്മുടെ സൈബർ പോലീസ് അല്ലെ, സൈബർ പോലീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകം വിങ്ങുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ സൈബർ പോലീസ് ഒക്കെ ഏത് സെക്ഷനിലായിട്ട് വരുന്നതാണ്? സെക്ഷൻ 21 അല്ലെ. നമ്മുടെ പ്രത്യേക യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രത്യേക സ്ക്വാഡുകൾ അല്ലെങ്കിൽ പ്രത്യേക വിങ്ങുകളായിട്ടൊക്കെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ പോലീസ് ആക്ടിലെ സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 21 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെന്ത് ചെയ്യാ, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 29 ആണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്. സെക്ഷൻ 29 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 29 എന്ന് പറയുന്നത് അല്ലെ. ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം, അയാളുടെ പെരുമാറ്റം എങ്ങനെ ആവാൻ പാടില്ല, എങ്ങനെ ആകണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് ഇത് സെക്ഷൻ 29 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ട് നമുക്കറിയാം പണ്ടൊക്കെയുള്ള പോലീസുകാർ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. കാരണം അവര് കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെ, ഒരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് വളരെ മോശമായിട്ടൊക്കെയോ സംസാരിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റമാണ് ഇതിൽ സെക്ഷൻ 29 പറയുന്നത്. അതായത് ഒരു പോലീസുകാരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ, ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, വളരെ മര്യാദയോട് കൂടിയിട്ട് ഔചിത്യപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ പോലീസുകാർ എങ്ങനെയായിരിക്കണം, ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോട് വളരെ മര്യാദയായിട്ടും ഔചിത്യപൂർണ്ണമായിട്ടും വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ വളരെ സഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വളരെ മോശമായിട്ടുള്ള വാക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താ പറഞ്ഞത്, പോലീസ് ഉദ്യോഗസ്ഥർ ആരോടും ബലപ്രയോഗം നടത്താൻ പാടില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്താൻ പാടില്ല അല്ലെ. ചില നമുക്ക് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ഇപ്പൊ ആരെങ്കിലും പരാതിയായിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പം അയാളുടെ ഇപ്പം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അല്ലെ, അയാളോട് വളരെ മോശമായിട്ട് സംസാരിക്കും അല്ലെ, നിന്നെ മറ്റുള്ള വകുപ്പൊക്കെ ചുമത്തിയിട്ട് നിന്നെ ഇവിടെ പിടിച്ചിടുന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയുള്ള ഒരു പരിപാടികളും ആര് ചെയ്യാൻ പാടില്ല, പോലീസുകാർ ചെയ്യാൻ പാടില്ല അല്ലെ. ഭീഷണിപ്പെടുത്താൻ പാടില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ, തെറ്റായിട്ടുള്ള നടപടികൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 29 ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത നോക്കാം, പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റകൃത്യത്തിനിരയായവരോട് പ്രത്യേകമായിട്ടുള്ള സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറണം അല്ലെ. പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകള്, കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാര് അല്ലെ. മുതിർന്ന പൗരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. അവരോടൊക്കെ എന്താണ്, കൃത്യമായിട്ട് നല്ലൊരു സഹാനുഭൂതിയിലൂടെ എന്ത് ചെയ്യണം, പെരുമാറണം. അതായത് പ്രത്യേകിച്ച് കുറ്റകൃത്യത്തിന് ഇരയായവരാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രത്യേകം ഒരു പരിഗണന ഒക്കെ അവർക്ക് കൊടുക്കണം. ഓക്കെ,
അപ്പൊ അതൊക്കെ എന്താണ് ഇവരുടെ പെരുമാറ്റത്തില്, പോലീസുകാരുടെ പെരുമാറ്റത്തില് വരുന്നതാണ്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് അനാവശ്യമായിട്ടുള്ള ആക്രമണോത്സുകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അതായത് ആത്മനിയന്ത്രണം വേണം. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ആളുകള് പോലീസുകാരെ വളരെ മോശമായിട്ട് രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ല, ആത്മനിയന്ത്രണം വിട്ടിട്ട് അവരെ പെരുമാറാൻ പാടില്ല. അപ്പൊ അതൊക്കെ എന്താണ് ഈ ഒരു പോലീസുകാരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കസ്റ്റഡിയിലുള്ള ആൾക്കാരോടും എങ്ങനെയായിരിക്കണം, നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ പാടുള്ളൂ അല്ലെ. ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്ത ആളാണെന്ന് കരുതിയിട്ട് അയാളോട് മോശമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും ഒഴിവാക്കണം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, ബലപ്രയോഗങ്ങളൊന്നും നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് ചെയ്യണം, ശാരീരികമായിട്ട് സജ്ജരായിരിക്കണം. ഇപ്പൊ ഒരു പൊതുസ്ഥലത്ത് അല്ലെ, ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ, വളരെ ശോഷിച്ച രീതിയിൽ നിൽക്കാൻ പാടില്ല അല്ലെ, വളരെ ആവതില്ലാത്ത രീതിയിൽ. അതായത് എന്തും എപ്പോഴും സംഭവിക്കാം എന്ന രീതിയിൽ വളരെ സജ്ജനായിട്ട് എന്ത് ചെയ്യണം, നിൽക്കേണ്ടതായിട്ടുണ്ട് അല്ലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോലീസുകാരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ട് അല്ലെ, പെരുമാറ്റത്തെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് അഥവാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് പറയുന്ന നമ്മുടെ പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 29. പഠിച്ചു വെച്ചേക്ക, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്ക. സെക്ഷൻ 29 എന്താ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കാം, അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 31 എന്ന് പറയുന്നത്. എന്താണ് 31 പറയുന്നത്? പോലീസ് വിവരങ്ങള് രഹസ്യമായിട്ട് സൂക്ഷിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരാതിയായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതെന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കൃത്യമായിട്ട് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്, പോലീസുകാർക്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 31 എന്ന് പറയുന്നത്. എന്താണ്, പോലീസ് വിവരങ്ങള് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഒരു വിവരങ്ങളാണെന്ന് വിചാരിച്ചോട്ടെ, അതും എന്ത് ചെയ്യണം, രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്, പോലീസുകാർക്കുണ്ട്. ഇനി ഇൻ കേസിൽ എന്തെങ്കിലും ഒരു വിവരം അതൊരു പത്രമാധ്യമങ്ങളിൽ നമുക്ക് പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു വിവരം പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പോലീസ് മേധാവിയിലെ, ആ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതായത് എന്തെങ്കിലും കസ്റ്റഡിയിൽ എടുത്ത വ്യക്തികളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പം നമുക്കറിയാം, ഇപ്പൊ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കുറച്ച് ആൾക്കാരെ പിടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. അപ്പൊ ആ ഒരു ഫോട്ടോ ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതും എന്ത് ചെയ്യാ, അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തൊരു സെക്ഷനാണ് സെക്ഷൻ 33 എന്ന് പറയുന്നത്. എന്താണ് 33-ൽ പറയുന്നത്? പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോലീസിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും. ഇവിടെ ഏത് സെക്ഷൻ ഓർത്ത് വെച്ചേക്കട്ടെ, 33. ഓക്കെ, 33 അല്ലെ, 33 അഥവാ 33 പറയുന്നത് എന്താണ്? പോലീസിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും, പോലീസിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ അതെന്താണ് പറയുന്നത്? നമുക്കറിയില്ലേ, റോഡിലൂടെ പോകുന്ന സമയത്ത് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പോലീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാം. ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം പിന്നീട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ആ ഒരു വ്യക്തി പറയാണ്, ആ പോലീസുകാരനോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, പോലീസുകാരുടെ കയ്യിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പോലീസുകാരെന്തെല്ലാം വളരെ മോശമായിട്ടൊന്നല്ല പെരുമാറിയിട്ടുള്ളത്, വളരെ മാന്യമായിട്ടാണ് പെരുമാറിയുന്നത് ഉള്ളത് എന്താണ് കൃത്യമായിട്ട് അവിടെ റെക്കോർഡിൽ ഉണ്ടാവും അല്ലെ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പോലീസുകാർ വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനുള്ള തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോലീസുകാർക്ക് ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട് അല്ലെ. പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇങ്ങനെ ഒരു ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ പിടിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുക. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ, ഇവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആരോട് പറയാൻ പാടില്ല, ഈ വ്യക്തിനോട് പറയാൻ പാടില്ല. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് വെക്കുക. നമുക്ക് ഡൗട്ട് തോന്നും അല്ലെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കല്ലേ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാം, അതും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഓഡിയോ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അത് എന്ത് ചെയ്യാൻ പാടില്ല, പോലീസ് ഉദ്യോഗസ്ഥന് തടയാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇങ്ങോട്ടും റെക്കോർഡ് ചെയ്യാവുന്നതാണ്.
അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സെക്ഷനാണ് ഇത് 3(3) 33 പോലീസിനോ പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ച് വെക്കാവുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത് 33 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു സെക്ഷനാണ് സെക്ഷൻ 37. 37 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്രൈവറ്റ് പ്ലേസസിലുള്ള പോലീസുകാരുടെ പ്രവേശനത്തെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 37 എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അതായത് ഒരു സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പോലീസ് എങ്ങനെ കയറി ചെല്ലാൻ പാടില്ല അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ഇത് സെക്ഷൻ 37 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സെക്ഷൻ ഏതാണ്? 37. 37 അല്ലെ? 7 എന്താണ് പറയുന്നത്? സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഒരു വീട്ടിലോട്ടൊക്കെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഇടിച്ചു കയറി അങ്ങ് കയറി ചെല്ലാൻ പാടില്ല അല്ലെ? അവിടെ ചിലപ്പം സ്ത്രീകളും കുട്ടികളും ചിലപ്പം പ്രായമേറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണോ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം? അവരുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ടൊക്കെ മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാനായിട്ട് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടായിരിക്കണം വരേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പോലീസാണ് ചാടി കയറിയിട്ട് അങ്ങ് കയറി ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആരാധനാലയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശിക്കുന്ന സമയത്ത് അവിടുത്തെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രവേശിക്കാനായിട്ട്. എന്നാൽ ഇപ്പൊ ഒരു സ്ഥലം അല്ലെ, ഇപ്പൊ ഒരു വീടാണെന്ന് വിചാരിക്കുക. ആ വീട്ടില് എന്തെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടിയാണെന്ന് വിചാരിക്കുക അല്ലെ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടെ വലിയൊരു കുറ്റകൃത്യം നടക്കാൻ പോവാന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ട് പോലീസിന് വിളിച്ചതായിരിക്കും. ആ സമയത്ത് അവിടെ പ്രത്യേക ആൾക്കാരുടെ അനുമതിയോട് കൂടിയിട്ടൊന്നല്ല കയറേണ്ടത് അല്ലെ. അവിടെ കയറി ചെന്നിട്ട് ആ ഒരു ആക്രമണം തടയുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ സന്ദർഭം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പെരുമാറുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ കയറുന്ന സമയത്ത് വളരെ എന്ത് ചെയ്യണം? അവിടുത്തെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ട് വേണം കയറാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അനുമതിയോട് കൂടിയിട്ടൊക്കെ കയറണം. ഇങ്ങനെ പറഞ്ഞ ഈ ഒരു കേസിൽ, അതായത് എന്തെങ്കിലും ഒരു ആക്രമണമാണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പ്രത്യേക അനുമതിയുടെ ആവശ്യമൊന്നുമില്ല. അതെന്ത് ചെയ്യണം? തടയാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലെ. ഒരു കുറ്റകൃത്യം അല്ലെ, വലിയൊരു കുറ്റകൃത്യമാവുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യണം? തടയാനായിട്ട് ശ്രമിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് ഇത് സെക്ഷൻ 37 എന്ന് പറയുന്നത്. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനമാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സെക്ഷൻ 38 ആണ്. ഇപ്പൊ സെക്ഷൻ 38 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് ഒരു കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 38 പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സെക്ഷൻ 38? ഒരു കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലാണ്. അതായത് ഒരു കുറ്റകൃത്യം അല്ലെ, അത് നടക്കുന്നതിന് മുമ്പ് അത് തടയാനായിട്ട് ആര് ശ്രമിക്കണം? പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോട്ടിൽ ഇപ്പം രണ്ട് ആളുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? അടിപിടി കൂടുകയാണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ മറ്റുള്ള ജനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചില ആൾക്കാർ ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലെ നോക്കി നിൽക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഫോണിൽ ഇതുപോലെ ആ ഒരു അടിപിടി കൂടുന്നത് വീഡിയോ എടുത്ത് നിൽക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ. അതായത് ആ ഒരു കുറ്റകൃത്യം അല്ലെ, അവിടെ ഒരു വലിയൊരു കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അത് തടയാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഇടപെടാനായിട്ട് ആര് ശ്രമിക്കണം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കണം. അപ്പൊ അതാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക്കിലോട്ട് വരുന്ന സമയത്ത് അവരെപ്പോഴും എന്തായിരിക്കണം? സജ്ജരായിട്ടിരിക്കണം. എപ്പോഴും എന്തും സംഭവിക്കും അല്ലെ. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം? സജ്ജരായിട്ടിരിക്കേണ്ടതാണ്. ഇനിയിപ്പോ നമുക്ക് വിചാരിക്കാം, ഇപ്പൊ ഈ രണ്ട് തല്ലോടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഒറ്റ പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെ. ഇയാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അവരെ പോയി നേരിടാനുള്ള എന്താ പറയാ, ഒറ്റയ്ക്കാവുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുക? മറ്റുള്ള അതിന് സഹായിക്കാനായിട്ട് ആരെങ്കിലും അവിടെ കൂടി നിൽക്കുന്ന ആളിൽ നിന്ന് അല്ലെ നല്ലൊരു ആരോഗ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക അല്ലെ. അതായത് അവരെയും കൂടി എന്ത് ചെയ്യുക? സഹായിക്കാനായിട്ട് വിളിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പോകാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അവിടെ നിൽക്കുന്ന ജനങ്ങൾക്കുണ്ട് അല്ലെ. അവിടെ നിൽക്കുന്ന ഓരോ പൊതുജനങ്ങൾക്കും എന്തുണ്ട്? അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ വരാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സെക്ഷൻ 38 എന്തിനെ കുറിച്ച് പറയുന്നത്? ഒരു കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ച് പറയുന്നതാണ് ഇത് സെക്ഷൻ 38 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 39 ആണ്. എന്താണ് സെക്ഷൻ 39 പറയുന്നത്? അതായത് പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് ഇത് സെക്ഷൻ 39 എന്ന് പറയുന്നത് അല്ലെ. പോലീസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, നിയമപ്രകാരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കാൻ ഓരോ വ്യക്തിയും എന്താണ്? ബാധ്യസ്ഥനായിട്ടുള്ളതാണ് അല്ലെ. നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് പോലീസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആരും പാലിക്കേണ്ടതായിട്ടില്ല. അവിടെ എന്താണ്? നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കാൻ ഓരോ പൗരനും എന്താണ്? അതിന് ബാധ്യസ്ഥനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 39 എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോട്ടിലൂടെ തന്നെ നോക്കാം. ഇപ്പോൾ റോട്ടിൽ ട്രാഫിക് ആണെങ്കിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു ട്രാഫിക്കിൽ കൃത്യമായിട്ടുള്ള സൈനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ, അവിടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എല്ലാ ജനങ്ങളും എന്താണ്, വണ്ടി ഓടിക്കുന്ന എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് നോ എൻട്രി എന്നൊക്കെ എഴുതി വെക്കില്ലേ, അതിലൂടെ ചിലപ്പോൾ എന്താണ് അവിടെ എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അതിലൂടെ പോകാനുള്ള അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ നോ എൻട്രി എന്ന് എഴുതി വെക്കും, ബോർഡ് എഴുതി വെക്കും. അപ്പോൾ അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, ആ ഒരു നിർദ്ദേശമൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാവൂലേ, ആ സമയത്ത് ആ ബോർഡും കാര്യങ്ങളും ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതായത് പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാ പൗരന്മാരും എന്താണ്, ബാധ്യസ്ഥരായിട്ടുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത്, സെക്ഷൻ 39 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അടുത്തൊരു സെക്ഷൻ ആണ് ഇത്, സെക്ഷൻ 57 എന്ന് പറയുന്നത് അല്ലെ. എന്താണ് 57 പറയുന്നത്? അതായത് കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 57 പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സെക്ഷൻ 57 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ആ സമയത്ത് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പം ആ കാണാതായ വ്യക്തി എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടങ്കലിൽ ആരെങ്കിലും വെച്ചതാണോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ചുമതല ആർക്കാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഒരാളെ കാണാനില്ല എന്നുള്ളൊരു പരാതി വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം അല്ലെ. അയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ എന്ത് ചെയ്യാം, ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കാണാനില്ല, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് നടന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇയാളാണോ എന്നൊക്കെ എന്ത് ചെയ്യാം, തിരക്കാവുന്നതാണ്. അപ്പോൾ ആ ആള് അപകടത്തിൽ പെട്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടവിൽ വെച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ള ആളാണെന്നൊക്കെ എന്ത് ചെയ്യാം, പോലീസിന് അന്വേഷിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, ചോദ്യം ചെയ്യാവുന്നതാണ്. അത് കൃത്യമായിട്ട് മൊഴികൾ രേഖപ്പെടുത്താവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സ്ഥലത്ത് പരിശോധിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെയൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഏത് സെക്ഷനിലാണ് പറയുന്നത്, സെക്ഷൻ 57 അല്ലെ. അപ്പൊ സെക്ഷൻ 57 എന്തിനെ കുറിച്ച് പറയുന്നത്, കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 61 ആണ് അല്ലെ. സെക്ഷൻ 61 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ട്രാഫിക് ക്രമീകരിക്കേണ്ടതും അതുപോലെ തന്നെ അത് നിയന്ത്രിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പോലീസിന്റെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏതാ, സെക്ഷൻ 61 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെ, അവിടെ എന്തെങ്കിലും ഒരു അപകടം അത് തടയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ട്രാഫിക്കുകൾ ക്രമീകരിക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതിന്റെയും ഡ്യൂട്ടി ആർക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏത് സെക്ഷനിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, സെക്ഷൻ 61. ഓക്കെ. അപ്പൊ എന്താണ് സെക്ഷൻ 61 പറയുന്നത്, പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതുമായ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 61 പറയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്, സെക്ഷൻ 64. ഓർത്തു വെച്ചേക്കണം, ഏതാണ്, സെക്ഷൻ 64. എന്താണ്, കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 64 പറയുന്നത്. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ജില്ലാ പോലീസ് മേധാവി പോലീസിന്റെ കൃത്യനിർവഹണത്തില് പൊതുവായിട്ടുള്ള സഹായം നൽകാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ ഓരോ പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ടും എന്ത് ചെയ്യേണ്ടതാണ്, രൂപീകരിക്കേണ്ടതാണ്. ഇപ്പം ഒരു പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ള വരുന്ന അല്ലെ ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ അവിടുത്തെ ഒരു എന്താ പറയുക പൊതുവായിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പൊതുജനങ്ങളുടെയൊക്കെ സഹകരണവും സഹായമൊക്കെ ആവശ്യമാണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, ആ പോലീസുകാരെയും അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശത്തുള്ള ആ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ജനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു സമിതി രൂപീകരിക്കുകയാണ്. ആര്, നമ്മുടെ ജില്ലാ പോലീസ് മേധാവി. അപ്പൊ ആരാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഇത് കൊണ്ടുവരുന്നത്, കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ടുവരുന്നത് ആരാണ്, രൂപീകരിക്കുന്നത് ആരാണ്, ജില്ലാ പോലീസ് മേധാവിയാണ്.
ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ ഒരു പ്രദേശത്തെ പൊതുവായിട്ടുള്ള സഹായമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജനങ്ങളെയും അവിടുത്തെ പോലീസിനെയും കൂടി ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സമിതി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ് അത് രൂപീകരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആർക്കൊക്കെ അംഗങ്ങളാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ പ്രദേശത്തുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യാം, ഇതില് എന്ത് ചെയ്യാം, പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് അവിടെയുള്ള ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും വേണ്ടില്ല, അതുപോലെ തന്നെ സ്ത്രീകളായാലും മറ്റുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായാലും അവർക്കൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ ആർക്കൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളിലെ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും വേണ്ടില്ല, അതുപോലെ തന്നെ അവിടെ സ്ത്രീകളായാലും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ജനങ്ങളായാലും അവർക്കൊക്കെ എന്തുണ്ടാവും, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള പ്രാതിനിധ്യം എന്തിനുണ്ടായിരിക്കും, ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ട് മുമ്പുള്ള 5 വർഷ കാലയളവിൽ ഒരു എന്തെങ്കിലും ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 5 വർഷ കാലയളവിൽ തടവിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷയായിട്ട് ഈ ഒരു തൊട്ട് മുമ്പുള്ള 5 വർഷ കാലയളവിൽ എന്തെങ്കിലും ഒരു തടവായിട്ട് ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ എന്താ പറയാ എന്തെങ്കിലും ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റ ദൂഷ്യം കാരണമോ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗമായിട്ട് എന്ത് ചെയ്യില്ല, നാമനിർദ്ദേശം ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു ആ ഒരു പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ജനങ്ങളെയും പോലീസുകാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിക്കുന്നതാണ് എന്ത്, ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു എല്ലാ ആളുകൾക്കും അവിടെ പ്രാതിനിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അവിടെ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും വേണ്ടില്ല, സ്ത്രീകളായാലും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആൾക്കാർക്കൊക്കെ അതിലെന്താണ്, പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. അതായത് ആ പ്രദേശത്തിന്റെ ഒരു എന്താ പറയാ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെയൊക്കെ സഹകരണം കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിയമങ്ങളെ കുറിച്ചിട്ടൊരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികളൊക്കെ രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു ഇവരൊക്കെ അംഗങ്ങളാകാമെന്ന് പറഞ്ഞു. എന്നാൽ അംഗമാകാൻ പറ്റാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് ആ രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് 5 വർഷ കാലയളവിൽ അയാൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടവിൽപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അഴിമതിയോ, എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റ ദൂഷ്യം കാരണം കൊണ്ടോ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗമാകാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി നമ്മൾ പറഞ്ഞു അവിടെ ബോധവൽക്കരണവും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നിയമങ്ങളെ കുറിച്ചിട്ടൊരു എന്താ പറയുക, അവർക്കൊരു സാക്ഷരത ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ആവശ്യാനുസരണം എന്ത് ചെയ്യേണ്ടതാണ്, കൃത്യമായിട്ടുള്ള യോഗങ്ങളൊക്കെ ചേരേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയെ കുറിച്ച് പറയുന്നത്. ആ സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സെക്ഷൻ 64. അപ്പൊ സെക്ഷൻ 64 എന്തിനെ കുറിച്ച് പറയുന്നത്? കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 69. പറയുന്നത് എന്താണ്? അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു അഗ്നിബാധ ഉണ്ടാവുകയാണ് ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം അല്ലെ, എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ എടുക്കേണ്ട നടപടികളെ കുറിച്ചിട്ടും ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കൃത്യമായിട്ടുള്ള ആക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 69 പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പം ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇപ്പൊ തീ പിടിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ ആ തീ പിടിച്ച സമയത്ത് അവിടെ ആകെ ആളുകളൊക്കെ പരിഭ്രാന്തരാകും അല്ലെ. അപ്പൊ പരിഭ്രാന്തരാകും ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ചിലപ്പോൾ കാണാനായിട്ടൊക്കെ വരും. അപ്പൊ ആ സമയത്ത് ഇവിടെ ഫയർഫോഴ്സ് കൃത്യമായിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവര് വരുന്ന സമയത്ത് ഇവിടെ എന്താ, ജനങ്ങളൊക്കെ ആകെ തിങ്ങി നിറഞ്ഞ് അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ആവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, ഈ ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതൊക്കെ ഡ്യൂട്ടി ആരുടേതാണ്? പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അവിടെ വേറെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 69. എന്താ പറയുന്നത്? അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ മറ്റുള്ള അപകടം അല്ലെ. അപകടം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ റോഡ് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള ട്രാഫിക് ഒക്കെ ആകെ എന്ത് ചെയ്യും അല്ലെ, ആകെ ബ്ലോക്ക് ആവും. അവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, ഇതാവും. ആ സമയത്ത് കൃത്യമായിട്ടുള്ള തടസ്സങ്ങൾ അവിടെ നേരിടേണ്ടതായിട്ട് വരും.
അപ്പോൾ ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ട്രാഫിക് ഒക്കെ എന്ത് ചെയ്യുക അവിടെ നിയന്ത്രിക്കാവുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള അപകടം നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, അവിടെ പൊതുജനങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടാത്ത വിധത്തിൽ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 69 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 77. എന്താണ് 77 പറയുന്നത്? സെക്ഷൻ 77 അല്ലെ, 77 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. എന്താണ്? ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യങ്ങൾ അല്ലെ, അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 77 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയില്ല ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. മൊബൈലിന്റെ സൗണ്ടിലെ ഫോൺ അടിക്കുന്നത് അവിടെ എന്താണ്, അവിടെ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അധികം ഹോൺ അടിക്കാൻ പാടില്ല അല്ലെ, ചില ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 77 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പാലിക്കാൻ ആര് ബാധ്യസ്ഥരാണ്? ഓരോ പൗരനും അല്ലെ, ഓരോ വ്യക്തിയും ബാധ്യസ്ഥരായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? സെക്ഷൻ 77 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യങ്ങളൊക്കെ നിയന്ത്രിക്കലുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ് സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 98 അല്ലെ. സെക്ഷൻ 98 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 98 ഏതാണ്? സെക്ഷൻ 98 അല്ലെ, 98. ഓക്കെ, 98 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്പെഷ്യൽ പോലീസ് ഓഫീസറെ കുറിച്ചിട്ടാണ്. അപ്പൊ ആരാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്? ആരാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ഇപ്പൊ ഈ CPO പരീക്ഷ അല്ലെ, നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് അതിന്റെ പരീക്ഷയ്ക്ക് എഴുതി അതിന്റെ ലിസ്റ്റ് വന്ന് അത് കൃത്യമായിട്ടുള്ള അതിന്റെ ഫിസിക്കലൊക്കെ പാസ്സായി റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഒക്കെ കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ്. സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്നാൽ അങ്ങനെയല്ലാത്ത കുറച്ച് ആൾക്കാരെ എടുക്കാറുണ്ട് പോലീസിലേക്ക്. അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്? സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കാർ എന്തെങ്കിലും ഒരു ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് കുറച്ച് ആൾക്കാർ ചിലപ്പം പോലീസിലേക്ക് എടുക്കാറുണ്ട്. അവരെന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ആയിരിക്കില്ല അല്ലെ. ചിലപ്പം എപ്പോഴാണോ ഉത്തരവ് നിർത്തലാക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ സർക്കാരിന് വേണ്ട എന്ന് തോന്നുന്നത്, അപ്പൊ എന്ത് ചെയ്യാം, ഇവരെ അവിടെ നിന്ന് പിരിച്ചുവിടാവുന്നതാണ്. ഓക്കെ, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ആയിരിക്കില്ല, പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ആയിട്ട് ഉദ്യോഗസ്ഥരെ എടുക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ സെക്ഷൻ 98 പറയുന്നത് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അതായത് പോലീസുകാർക്ക് അവരുടെ സേവനത്തിന് കുറച്ചും കൂടി എന്ത് ചെയ്യുക, അവരുടെ അതിന് വേണ്ടിയിട്ട് അല്ലെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നത്. ഓക്കെ, ഏതായിരുന്നു? ഓപ്പറേഷൻ ജാവ. ആ സിനിമയില് നമ്മുടെ ബാലു വർഗീസും അതുപോലെ തന്നെ വേറൊരാളുണ്ട്, അതെല്ലാം ലുക്മാൻ അല്ലെ. അവർ രണ്ടുപേരും എന്താണ്, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടാണ് അവിടെ അതിലേക്ക് വരുന്നത്. സൈബർ സെല്ലിലായിട്ട് അവർ കയറുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ നമുക്കറിയാം അവരോട് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ, ഇത് നിങ്ങളൊരു സ്ഥിരം ജോലിയായിട്ട് കരുതണ്ട, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മാസം ഒരു 10,000 രൂപ വെച്ചിട്ട് തരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതെന്താണ്, കൃത്യമായിട്ട് അവിടെ ശമ്പളമൊക്കെ കൊടുക്കും, പക്ഷെ കൃത്യമായിട്ട് എന്തുണ്ടാവില്ല, ഒരു ടൈമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണെന്ന് പറയുന്നുണ്ടാവില്ല, എപ്പോഴാണോ ഇവരെ പിരിച്ചു വിടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ആയിരിക്കില്ല എന്ത്, ഈ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇങ്ങനെ ചില ആൾക്കാരെ നിയമിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുകയാണ് ചെയ്യാറ്. ഇനി ഇവിടെ അവരുടെ ഒരു പ്രായം അതൊന്നും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരെയാണ് എന്തിലേക്ക് എടുക്കാറ്, ഈ ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് എടുക്കാറ്. അവരൊക്കെ എന്താണ്, ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, 18 വയസ്സ് ടു 60 ആണ് കേട്ടോ. 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരാവാനുള്ള യോഗ്യതയുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കും, സർക്കാർ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. ഇപ്പൊ ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു കാലയളവിൽ അവരെന്നാണോ ഇതെന്ന് പോകുന്നത്, ആ ഒരു സമയം വരെയുള്ള എന്ത് കിട്ടും, സർട്ടിഫിക്കറ്റ് ഒക്കെ, അതായത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത് പോലെ തന്നെ അധികാരങ്ങളും പരിരക്ഷകളും ഒക്കെ ആർക്കുണ്ടായിരിക്കും, ഈ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
അയാളെ എന്താണ് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള കാലയളവ് ഒന്നും പറയില്ല. എപ്പോഴാണോ ഇവരെ പിരിച്ചുവിടാൻ സർക്കാർ പറയുന്നത് ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഇൻ കേസിൽ ഈ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്നീട് ഒരു PSC വഴി നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അവർക്ക് പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കില്ല. ഓക്കെ, നമ്മൾ മുന്നേ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളാണ് എന്നുള്ളൊരു പരിഗണന എന്ത് ചെയ്യില്ല. ഇനി അവർ ഒരു PSC വഴിയായിട്ട് എക്സാം ആയിട്ട് എഴുതിയിട്ട് അതിലേക്ക് CPO ആയിട്ട് കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കില്ല എന്നതും കൂടി എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇവിടുന്ന് ആരൊക്കെയാണ് എടുക്കാറുള്ളതെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ ഏത് വിഭാഗത്തിൽ നിന്നാണ് ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ എടുക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമുക്ത ഭടന്മാർ, ഓക്കെ, വിമുക്ത ഭടന്മാർ, അതുപോലെ തന്നെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ. ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എന്ത് എടുക്കാറുണ്ട്, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം NCC, NSS അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു പരിചയ സമ്പത്തുള്ള ആൾക്കാരിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എവിടുന്നൊക്കെയാണ്, നമ്മുടെ വിമുക്ത ഭടന്മാരോ അല്ലെങ്കിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെ, റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ NCC ആണെങ്കിലും NSS ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, അങ്ങനെയുള്ള പ്രവർത്തന പരിചയമുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് കൃത്യമായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു മുന്നറിയിപ്പില്ലാതെ ഇവരെന്ത് ചെയ്യാം, അവരുടെ സേവനം അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ സേവനം വേണ്ടെന്ന് വെക്കുന്നത്. ആ സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കയറുന്ന സമയത്ത് തന്നെ അവരോട് പറയുന്നത് എന്തെല്ലാം, ഒരു സ്ഥിരമായിട്ടുള്ള ജോലിയല്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവരെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുന്ന ആൾക്ക് ആയുധങ്ങളൊന്നും നൽകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പോലീസുകാർക്ക് കിട്ടുന്ന എല്ലാ പരിരക്ഷയും എല്ലാ കാര്യങ്ങളും അധികാരങ്ങളൊക്കെ കിട്ടും. എന്നിരുന്നാലും ഇവർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല അല്ലെ, തോക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള പരാതികളുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, ചുമതലപ്പെടുത്താൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അന്വേഷണവുമായി എന്തെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ ഓളായിട്ട്, അതായത് ഓവറോൾ ചുമതലയായിട്ട് അവരെ ഏൽപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇവരെ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഇവർക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ഇപ്പൊ കേസുകളുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, ചുമതലകൾ ഏൽപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല, ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പരാതികൾ എന്നിവയുടെ അന്വേഷണത്തിൽ അവരെ ചുമതലപ്പെടുത്താനും പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. പ്രായം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 18 to 60, ഓക്കെ, 18നും 60 വയസ്സിനും ഇടയിലുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഈ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇതിലേക്ക് നിയമിക്കാവുന്നതാണ്. അതും എങ്ങനെയായിരിക്കണം, ഒന്നെങ്കിൽ വിമുക്ത ഭടനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളോ, NSS ഓ NCC ഓ പോലീസ് കേഡറ്റോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. അതും കൂടി എന്ത് ചെയ്യുക, അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഏതിലാണ് നമ്മൾ പറയുന്നത്, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് ഏതാ സെക്ഷൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, സെക്ഷൻ 98. ഓക്കെ, സെക്ഷൻ 98ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു സെക്ഷനാണ് സെക്ഷൻ 117. എന്താണ് സെക്ഷൻ 117 പറയുന്നത്, പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ്. എന്താണ് പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പോലീസുകാർ നമുക്കറിയാം പൊതുജനങ്ങളെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ ഇടപെടും. ആ സമയത്ത് അതിലെന്ത് ചെയ്യുക, പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഇടപെടുക. മറ്റുള്ള ജനങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഇടപെടുക, അവർക്ക് തടസ്സം നിർത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയൊക്കെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 117 എന്ന് പറയുന്നത്. ഒന്നുമില്ല, പോലീസ് ചെയ്യുന്ന ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുക, അവർക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ അതിൽ ഇടപെടുക, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ് ഇത് 117. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൻ്റെ ഇടയിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ശിക്ഷയെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ശിക്ഷ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം, അതിപ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഏതിലാണ് പറയുന്നത്, 117ലാണ് പറയുന്നത്, പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഒരു പോലീസിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ചുമതലയോ അധികാരമോ നിയമവിരുദ്ധമായിട്ടിട്ട് ഏറ്റെടുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആൾമാറാട്ടൊക്കെ ചമയാന്ന് വേണമെങ്കിൽ പറയലേ, പോലീസിന്റെ ആ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതുണ്ട്, അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ എന്തെങ്കിലും ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പോലീസിന്റെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിവരങ്ങൾ തേടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, വ്യാജമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഒരു കള്ളനെ പിടിക്കാൻ പോകുന്ന സമയത്ത് അപ്പൊ അയാൾ ഓടിയ സമയത്ത്, കള്ളൻ ഓടിയ സമയത്ത് അവിടെ നിൽക്കുന്നപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് അയാൾ എങ്ങോട്ട് ഓടിയെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരനോട് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക.
അതൊക്കെ എന്താണ്, അവരുടെ ഡ്യൂട്ടീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ ആണ് ഏതാ, സെക്ഷൻ 117 എന്ന് പറയുന്നത്. അവിടെ ഓർത്ത് വെച്ചേക്കണം, ഇങ്ങനെയൊക്കെ അവരുടെ ചുമതലകളിൽ തടസ്സം നിന്ന് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ 3 വർഷം വരെ ഉള്ള ശിക്ഷ, 3 വർഷം വരെയുള്ള തടവും 10,000 രൂപ പിഴയുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ശിക്ഷയെ പറ്റി പഠിക്കുന്നത്. ഏതാണ്, 3 വർഷത്തിലെ 3 years ആണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ പോലീസിന്റെ ചുമതലകളിൽ എന്തെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാലുള്ള ശിക്ഷ എത്രയാണ്, 3 വർഷം തടവും അതുപോലെ തന്നെ 10,000 രൂപ പിഴയും ഈടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയായിട്ടും എന്ത് ചെയ്യാറുണ്ട്, ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പോലീസിന്റെ ചുമതലകളിൽ തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് എന്താ, 3 വർഷം തടവും 10,000 രൂപ പിഴ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, അടുത്തതും ഒരു ശിക്ഷ തന്നെയാണ്. സെക്ഷൻ 118 പറയുന്നത്. എന്താണ് 118 പറയുന്നത്, ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ്. എന്താ പറയുന്നത്, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രമസമാധാനം ലംഘിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് ഏത്, സെക്ഷൻ 118 എന്ന് പറയുന്നത്. ഇപ്പൊ പൊതുസ്ഥലത്ത് എന്തെങ്കിലും ഒരു ക്രമസമാധാനം ഉണ്ടാക്കിയെടുക്കല്ലേ, അതായത് നമുക്കറിയാം എന്തെങ്കിലും ഒരു ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ടല്ലേ പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ക്രമസമാധാനം, അവിടെ ആക്രമണം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമുക്ക് ഒരു പടം ഉണ്ടല്ലോ അല്ലെ, ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്നത്. ആ പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അയാൾ കള്ളു കുടിച്ചും കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റോഡിൽ കിടന്നിട്ട് അവിടെ ക്രമസമാധാന ലംഘനം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യാണ്, അയാളെ അല്ലെ പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അയാൾ ഒന്നെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക, അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയാൾ പല കാര്യങ്ങളും ചെയ്യും. ഇതൊക്കെ എന്താണ്, ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന ലംഘനമായിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, അതായത് അറിഞ്ഞും കൊണ്ട് പോലീസിനെയോ ഫയർ സർവീസിനെയോ മറ്റേതെങ്കിലും ആവശ്യ സർവീസിനെയോ എന്ത് ചെയ്യുക, വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വ്യാജമായിട്ടുള്ളൊരു കിംവദന്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും അവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങനെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുക. ഇതൊക്കെ എന്താണ്, വളരെ ഇതായിട്ടുള്ള, അതായത് ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന ലംഘനമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 118 എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെയും 3 വർഷം തടവും 10,000 രൂപ പിഴയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്രമസമാധാന ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആൾക്ക് എത്ര വർഷമാണ് തടവായിട്ട് വരുന്നത്, 3 വർഷം തടവും അതുപോലെ തന്നെ 10,000 രൂപ പിഴയും ഈടാക്കാറുണ്ട്. അപ്പൊ അതും കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തതും മറ്റൊരു ശിക്ഷയാണ്. അപ്പൊ നമ്മൾ 117, 18, 19 ഒക്കെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് അധികം പഠിക്കാനൊന്നുമില്ല, ഒക്കെ ഏകദേശം ഒരേപോലത്തെ ശിക്ഷ തന്നെയാണ്, 3 വർഷവും 10,000 അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് കേസിലും പറഞ്ഞത് 3 വർഷവും 10,000 ആണ്. ഇനി 119 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നമ്മൾ BNS ലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതിലെ പോലീസ് ആക്ടിൽ കൃത്യമായിട്ട് വേറെ ഇതിലായിട്ടാണ് പറയുന്നത്. സെക്ഷൻ 119 പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് സ്ത്രീകളെ എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുക, എന്തെങ്കിലും ലൈംഗിക ചേഷ്ടയോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും സ്ത്രീകൾ എന്ത് ചെയ്യുക, അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു സ്ത്രീ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും കസ്റ്റമർ ആണ് ആ ഒരു സ്ത്രീയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് കരുതുക. അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഓണറോട് എന്ത് ചെയ്യാം, പരാതിപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അങ്ങനെ പരാതിപ്പെടുന്ന സമയത്ത് ആ ഒരു അല്ലെങ്കിൽ അല്ലെ അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഓണർ അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ എന്ത് ചെയ്യാം, 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ ഓണറോടാണ് ഈ ഒരു കാര്യം പറയുന്നതെങ്കിൽ അതിൽ അയാൾ എന്ത് ചെയ്യാണ്, അത് നെവർ മൈൻഡ് ആയിട്ട് എടുത്തെന്ന് വിചാരിക്കില്ല, അയാൾ ഒരു ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. അപ്പൊ മുന്നേ പറഞ്ഞ കേസുകളിലാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അയാൾക്കും 3 വർഷം തടവും 10,000 രൂപ പിഴയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്, 3 വർഷം തടവും എത്രയാണ്, 3 years തടവും അതിന്റെ കൂടെ എന്ത് കിട്ടും, 10,000 രൂപ പിഴയാണ് കിട്ടുക. അതായത് സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അവരുടെ അനുമതി ഇല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ്, 3 വർഷം തടവും 10,000 രൂപയാണ്. ഇനി അതൊരു സ്ഥാപനത്തിലാണ് എന്ന് കരുതുക, ആ സ്ഥാപനത്തിൽ ഓണറോട് ഇങ്ങനെ ഒരു കസ്റ്റമർ ആണ് വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ ഓണറോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓണർ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് 1000 രൂപ എന്ത് ചെയ്യാം, പിഴ അയാൾക്കെതിരെ 1000 രൂപ
പിഴ ഈടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 119 എന്ന് പറയുന്നത്. അപ്പോൾ 117, 118, 19 ഒക്കെ എന്താ പറയുന്നത്? 3 വർഷം തടവും 10,000 രൂപ പിഴയാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തൊരു സെക്ഷനോട്ട് പോകാം. അടുത്തത് സെക്ഷൻ 120 ആണ്. എന്താണ് പറയുന്നത്? ശല്യമുണ്ടാക്കല്, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയാണ്. ഓക്കെ, അപ്പൊ ഇതും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് പൊതുസ്ഥലത്ത് എന്തെങ്കിലും ഒരു ക്രമസമാധാന കാര്യങ്ങൾ ഉണ്ടാവുക, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും അസഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസൗകര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 120 വരുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ എന്താണ്? ക്രമസമാധാന ലംഘനമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പബ്ലിക് റോഡിൽ എന്തെങ്കിലും ഒരു മലമൂത്ര വിസർജനമൊക്കെ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതും എന്താണ്? ശിക്ഷ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മൃഗത്തെ കശാപ്പ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മൃഗത്തെ കശാപ്പ് ചെയ്യുകയോ അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റോഡിലൂടെ തള്ളിയിടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ അത് കൊണ്ടുപോയിട്ട് ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പം അതും എന്താണ്? അവിടെ ഒരു ക്രമസമാധാന ലംഘനത്തിൽ വരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും കൊടുക്കുന്ന ശിക്ഷ, അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ എന്താന്ന് പറയുന്നത്? 1 വർഷം അല്ലെ, 1 വർഷത്തെ തടവും 5,000 രൂപ പിഴയുമാണ് ഈടാക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള ശിക്ഷ ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണ് ഈ ഒരു ശിക്ഷ കേട്ടോ. 1 വർഷം, അതായത് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് മലമൂത്ര വിസർജനം നടത്തി, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു കശാപ്പുകാരൻ അയാൾ ഇപ്പോൾ പോത്തിനെ അല്ലെങ്കിൽ പശുവിനെ എന്തെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാണ്? ഇപ്പം റോഡരികിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് അതെന്താണ്? ഈ ഒരു ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ളതാണ്. അതായത് 1 വർഷം തടവും 5,000 രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോലീസ് ആക്ടിലുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അതിൽ പ്രത്യേകം എടുത്ത് പറയുന്ന സെക്ഷനുകൾ ഉണ്ടല്ലോ, അത് ഏതാ സെക്ഷൻ എന്ന് എടുത്ത് പഠിക്കണം. കാരണം അങ്ങനെ ഏതാ സെക്ഷൻ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് മുന്നേ നടത്തിയിട്ടുള്ള പരീക്ഷകളിലൊക്കെ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.